ഹലോ വെൽക്കം ബാക്ക്. രേഷ്മയാണ് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഫിഷ് ബാർബിക്യൂ തയ്യാറാക്കിയെടുത്താലോ. ഇത് റെഡ് അമൂർ അങ്ങനെയാന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ന്യൂ ഇയർ പ്രമാണിച്ചിട്ടാട്ടോ. അപ്പോൾ എന്തായാലും ഫിഷ് ബാർബിക്യൂ അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും മീൻ മേടിക്കുക. എന്നിട്ട് ഇത് ബട്ടർഫ്ലൈ ഷേപ്പിൽ, അത്യാവശ്യം വലിപ്പമുള്ള മീനായിരിക്കണം, ബട്ടർഫ്ലൈ ഷേപ്പിൽ കട്ട് ചെയ്യുക. അപ്പോൾ മീൻ വെട്ടുന്ന ചേട്ടന്മാരോട് പറഞ്ഞാൽ മതി കേട്ടോ, അവർ ചെയ്തു തരും. അതിനുശേഷം മസാല തയ്യാറാക്കാം. പിക്കിൾ പൗഡർ, ഞെട്ടേണ്ട മക്കളെ, നമ്മുടെ ഒന്നാന്തരം അച്ചാർ പൊടി എടുക്കാം. ഈ രണ്ട് മീൻ ആവശ്യത്തിലുള്ള പൊടിയാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അച്ചാർ പൊടി എടുക്കുക. അതിലേക്ക് 2 സ്പൂൺ കുരുമുളക് പൊടി, എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കേട്ടോ. ബാർബിക്യൂ ആകുമ്പോൾ അത്യാവശ്യം എരിവ് വേണം. അപ്പോൾ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം വിനാഗിരി, പിന്നെ ജിഞ്ചർ ഗാർലിക്ക്. ഇതിൽ ജിഞ്ചർ ഗാർലിക്ക് നല്ല പോലെ വേണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് വേറെ നമ്മൾ മറ്റേ ചെറിയുള്ളിയോ അല്ലെങ്കിൽ സവോളയോ മല്ലിച്ചപ്പോ കറിവേപ്പിലയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. മെയിനായിട്ട് വിനാഗിരിയും പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. വിനാഗിരിയിലും വെളിച്ചെണ്ണയിലുമാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആഘോഷമായിട്ട് മിക്സ് ചെയ്യുക. മിക്സ്. വേറെ ഒരു മസാല വേറെ ഒന്നുമില്ല കേട്ടോ ഇതിനകത്ത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആകെ മസാല എന്ന് പറയുന്നത്. അപ്പം വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുറവാണെന്ന് തോന്നുവാണെങ്കിൽ എണ്ണയോ വിനാഗിരി എന്തെങ്കിലും കുറവാണ്, അല്ലെങ്കിൽ കുഴമ്പൻ രൂപത്തിലല്ല ഉള്ളതെന്നുണ്ടെങ്കിൽ വെള്ളം ഒരിക്കലും ചേർക്കരുത്. പകരം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വിനാഗിരിയോ ആണ് ചേർക്കേണ്ടത്. അതനുസരിച്ചിട്ട് ഉപ്പ് വിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ആഘോഷമായിട്ട് നമ്മുടെ മീനിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ കട്ടിങ്ങില്ലേ, അത് ഇതാണ്. ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ അറിയത്തുണ്ടാവില്ല. പക്ഷേ അവർ മീൻ വെട്ടുന്ന ചേട്ടന്മാരോട് പറയുവാണെങ്കിൽ അവർ നല്ല വൃത്തിയിൽ ഇത് ചെയ്തു തരും കേട്ടോ, കട്ട് ചെയ്ത് തരും. അപ്പോൾ എല്ലായിടത്തും നല്ലപോലെ മസാല ആവുന്ന രീതിയിൽ ഇത് തേച്ച് പിടിപ്പിക്കാം. ഇച്ചായൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഇത്. പക്ഷേ അടിപൊളിയാണ്. നമ്മളിതിൽ വേറെ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു കുറച്ചൊരു വെളുത്ത രീതിയിൽ ഇത് ഇരിക്കുന്നത്. സാധാരണ ബാർബിക്യൂവിൻ്റെ കളർ നല്ല റെഡ് അല്ലേ, പക്ഷെ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിനുശേഷം നേരെ ഗ്രില്ലിൻ്റെ അവിടേക്ക് കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ 2 മീൻ ആദ്യം ഒരുമിച്ച് വയ്ക്കാനുള്ള പരിപാടിയിലായിരുന്നു. പിന്നെ അത് നടപടിയാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു മീൻ ഒറ്റയ്ക്ക് തന്നെ വെച്ചേക്കാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ കനലാക്കി എടുക്കലായിരുന്നു. കാരണം നല്ല തണുപ്പായതുകൊണ്ട് അത് കെട്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുറേ നമ്മൾ ഈ വിശറിയൊക്കെ വെച്ചിട്ട് വീച്ച് നോക്കി ലാസ്റ്റ് ടേബിൾ ഫാൻ കൊണ്ടുവരേണ്ട അവസ്ഥ വരെ എത്തി. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കുമോ, എന്തായാലും ഫാൻ വെച്ചിട്ടാണെങ്കിലും ഊതി നമ്മൾ കത്തിച്ച് തീയാക്കി കനലാക്കി നമ്മുടെ ഗ്രില്ല് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പം ഇതാ നമ്മളെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇങ്ങനെ നിറത്തിലിരിക്കുന്നത് മറ്റേ ഫുഡ് കളർ ചേർക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ഫസ്റ്റത്തെ മീൻ റെഡിയായി, ഇതാ സെക്കൻഡ് മീനും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നമ്മൾ കഴിക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതായിരിക്കും ടേസ്റ്റ് നോക്കുന്നത് കേട്ടോ. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കിട്ടിയ ആവശ്യത്തിൽ അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.